ലോറ, എന്ത് വൈകിട്ട് പരിപാടി? മടുത്തെങ്കിൽ വീട്ടിൽ പോ. പിന്നെ എന്താ ഇന്ന് മാത്രമേ വൈകിട്ടത്തേന് കറി ഉച്ചക്ക് ഉണ്ടായിരുന്ന കറി നമ്മളങ്ങ് കൂട്ടി നമ്മളെല്ലാരും കഴിച്ചു. അതുകൊണ്ട് അമ്മ വിളിക്കുന്നു. ഓ അപ്പത്തേനും പിന്നെ വൈകുന്നേരം പിച്ചാനുണ്ടല്ലോ. വൈകുന്നേരം അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം രാത്രി ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാനന്ന് ഏറി കയറിയായിരുന്നു. അത് പപ്പ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത മീനായിരുന്നു. ഞാൻ വരുമ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഷോർട്സ് എടുക്കുന്നത്. ഇനി എങ്ങനെയാണെങ്കിലും അത് ചെയ്യാൻ ഡോറയ്ക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഡോറ അത് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് ചെയ്തേ നീ പറ്റൂ, ഇത് ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചൊന്നും ചെയ്യാറില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങളും ചെയ്യും, ഡോറയെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യും. അതങ്ങനെയാണ് ഇവിടെ. അല്ലാണ്ട് ഡോറയ്ക്ക് വയ്യാത്തതുകൊണ്ട് അവളെ ഞങ്ങൾ അങ്ങനെ ചെയ്യാതിരുത്തിയിരിക്കുക, അല്ലെ ആ ഒരു പരിഗണന കൊടുക്കാതിരിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്, അവൾക്ക് കൊടുക്കേണ്ട പരിഗണനയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ചിലപ്പം രാത്രിയാവും മീൻ കിട്ടുന്നത്, ചിലപ്പം ഉച്ചയ്ക്കായിരിക്കും മീൻ കിട്ടുന്നത്, ചിലപ്പോൾ രാവിലെ ആയിരിക്കും. നമ്മൾ അതനുസരിച്ച് വീട്ടിൽ നമ്മൾ പാചകം ചെയ്യും. ഇന്നിപ്പം ഡോറയ്ക്കാണെങ്കിൽ വൈകിട്ട് കറി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന്, അത് ഞാൻ മറന്നുപോയ കാര്യം എന്നെ ഓർമ്മിപ്പിച്ച് മേടിച്ചതാണ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം പണി കൊടുക്കാൻ വേണ്ടിയല്ല. അതൊക്കെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കാണുമ്പം മൊത്തം മീനും ഡോറ വെട്ടുന്ന പോലെയൊക്കെ ആയിരിക്കും. ചിലപ്പോഴൊന്നും അങ്ങനെ ആവണമെന്നില്ല. ഞങ്ങളും ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് തന്നെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മളതൊന്നും വന്ന് വീഡിയോയിൽ ഞങ്ങളിത് ചെയ്തു ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളത് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ഡോറ തന്നെ ചെയ്തതായിട്ടുള്ള രീതിയിൽ നമ്മളങ്ങനെ വിട്ടുമാറുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളങ്ങ് ഏറിക്കയറ്റി അങ്ങ് വിടും. എന്താണോ എന്തോ ഇങ്ങനെ ഏറിക്കയറ്റി ഇപ്പം അങ്ങ് ഏറില്ല നിൽക്കുന്ന, താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ പ്രിൻസും ഗബ്രൂട്ടൻ ഇപ്പോൾ വളർന്നു വരുന്നതനുസരിച്ച് വാശി കൂടി വരിക. ഗബ്രൂസേ ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും. മൈൻഡ് പോലും ചെയ്തില്ല. ഇപ്പൊ ഇതെന്തിനുള്ള കൂട്ടാണ്? മോരുകറി. അച്ഛൻ ഇവിടെ സവാള അരിയുന്നു. ചിക്കൻ കറിക്കുള്ള സവാള അല്ല, ചിക്കൻ കറിക്കുള്ള ചിക്കൻ അച്ഛൻ കഴുകി തന്നു. എന്നിട്ട് ഇത് സവാള പൊളിച്ച് അവിടെ ഇരുന്ന് അരിയുന്നുണ്ട്. ഞാൻ അപ്പത്തേനും മോരുകറിയും കൂടെ വെച്ചിട്ട് സവാള വഴറ്റി അങ്ങോട്ട് കറി വെക്കാൻ. ഓ ആരാ പറഞ്ഞ അതാ പാത്രത്തിന്റെ കണ്ടിട്ടാ. അപ്പൊ നമുക്ക് കാണാം, ചിക്കൻ കറി കാണാം, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയി. ഇതേണ്ട നല്ല അടിപൊളി ചിക്കൻ കറി കണ്ട കുറുകിയാന്നൊക്കെ എനിക്ക് അറിയത്തില്ല, ഊട്ടിയാലറിയാം. ഇത് നമ്മള് അപ്പുറത്തോട്ട് കൊടുത്തുവിട്ട് അമ്മയ്ക്കും പപ്പയ്ക്കും പിള്ളേർക്കൊക്കെ കൊടുത്ത് ഞങ്ങൾക്കുള്ളത് ഇവിടെ വെച്ചതാണ്. ചൂടുണ്ടിട്ട് വെച്ച് കൊടുത്തിട്ട്. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ESRും ബ്ലഡിലെ ഇൻഫ്ലമേഷനും കുറയാതെ നമ്മുടെ ഫുഡിൻ്റെ രീതി കൊണ്ടാണ്. ഒരിക്കലും അല്ല. അത് അത് സംഗതി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ഈ മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കളറ് മാത്രമേ ഉള്ളൂ, ഇതിന് എരിവില്ല. അതാണ് ഈ മുളക് പൊടിയുടെ പ്രത്യേകത. പിന്നെ നമ്മളിവിടെ എന്ന് വെച്ചാൽ ESR കൂടുന്ന രീതിയിലുള്ള അങ്ങനെ ഭക്ഷണം കഴിക്കില്ല. ഡോറയുടെ അസുഖം എന്ന് വെച്ചാൽ റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസ് ആണ്. അതിന് ESR കൂടുകയും കുറയുകയും എല്ലാം ചെയ്യും. അത് കൺട്രോൾ ആവത്തില്ല ഒരിക്കലും. ഈ ഒരു അസുഖത്തിന് ഇങ്ങനെ ESR മാറി മാറി നിൽക്കും. പിന്നെ ESR നമ്മുടെ ഫുഡിൽ നിന്നും വരുന്നതല്ല. അത് നിങ്ങൾക്കാണെങ്കിൽ പല ഡോക്ടർമാരോടും തിരക്കി അറിയാം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുമല്ല ESR ഉണ്ടാവുന്നത്. ESR എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ESR എന്ന് പറയുന്നത്. ചിലർക്കത് വാതരോഗമായിരിക്കാം, ചിലർക്കത് പനിയായിട്ടായിരിക്കാം. അത് ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. ഞാൻ ഡോക്ടറല്ല ഒരിക്കലും. ഞാൻ പിന്നെ മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്നും പറയല്ല. നമ്മളിവിടെ ഫുഡ് മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെയാണ് കഴിക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നത്. ഇത് മോരുകറിയാണ്. പിന്നെ ഇത് മോരുകറി, ഇത് അച്ഛൻ്റെ സ്പെഷ്യൽ വറുത്തമീൻ, ഉണക്കമീൻ. എന്താണെന്ന് എനിക്കറിയില്ല. ഉലുവ, ഉലുവാച്ചി എന്ന് പറയും, ഉലുവ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ. ബാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. അതെ അതെ, കഴിച്ചു നോക്ക്. നമ്മളങ്ങനെ കഴിക്കാൻ പോവാ. ഉറക്കെ പറയണേ. നമ്മളങ്ങനെ കഴിക്കാൻ പോവാ. അത്രയ്ക്ക്
ഡോറയുടെ മോരുകറിയും പിന്നെ അതാണ്ട് കുറച്ച് ചിക്കൻ്റെ ചാറും എന്നിട്ടുണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചിക്കൻ കറിയുടെ കൂടെ മോരുകറി കൂട്ടുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അവള് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് കൂട്ടി നോക്കുന്നേ. കൊള്ളാം. പക്ഷേ ടേസ്റ്റ് നോക്കിയാൽ എന്തോ ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. നല്ല കറി. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.